പി വെങ്കടേഷ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മലയാളികളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ചലച്ചിത്ര ഗാന സ്മൃതികളിലെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹം വൈകാരിക തലങ്ങളിലെ സാന്നിധ്യം മനുഷ്യ ജീവിതത്തിലെ എല്ലാ വൈകാരിക ഭാവങ്ങൾക്കും ഒപ്പിച്ചിട്ടുള്ള മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഈ പറയുന്ന വിരഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, മഴയുടെ മനോഹരമായ പാട്ടുകൾ ഉണ്ടാക്കിയ ഒരാൾ. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരു കാലത്തെ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട നമ്മുടെ ഏറ്റവും മികച്ച ഓർമ്മകളുടെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മമ്മൂട്ടിയുടെ ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ് ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ആഘോഷത്തിൻ്റെ പാട്ടുകൾ, നിരാശയുടെ പാട്ടുകൾ, സങ്കടത്തിൻ്റെ പാട്ടുകൾ, ഒരു മലയാളിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റാർ മെറ്റീരിയലിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രഭാവകാലത്തിൻ്റെ ഓർമ്മയാണ് ആ പാട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. മോഹൻലാലിൻ്റെ എത്രയോ പാട്ടുകൾ, നാടോടിയിലെ പാട്ടുകൾ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മിന്നാരത്തിലെ പാട്ടുകൾ, മോഹൻലാലിൻ്റെ കിലുക്കത്തിലെ പാട്ടുകൾ. മോഹൻലാൽ എന്ന് പറയുന്ന മലയാളിയുടെ ഏറ്റവും പ്രിയ താരത്തിൻ്റെ മനോഹരമായ കാലം, സൗന്ദര്യകാലം, പ്രഭാവകാലം, മലയാളി നൊസ്റ്റാൾജിയോടെ ഓർക്കുന്ന കാലമാണല്ലോ മിന്നാരത്തിൻ്റെ, കിലുക്കത്തിൻ്റെ ഒക്കെ കാലം. പക്ഷെ അതിലെ പാട്ടുകൾ ഉണ്ടാക്കിയ മനുഷ്യൻ ആ കാലത്തെ സൗന്ദര്യാത്മകമായി നമ്മുടെ സ്മൃതിപഥങ്ങളിൽ നിലനിർത്തുന്നതിൽ, നമ്മുടെ ഓർമ്മകളിൽ ജ്വലിപ്പിച്ച് നിർത്തുന്നതിൽ അതിലെ BGMകൾക്ക്, അതിലെ പാട്ടുകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. കിലുക്കത്തിലെ പാട്ടുകളൊക്കെ നമുക്ക് എത്രമാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന്